ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും ഒരു 2, 3 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. നാട്ടിൽ വന്നതിന് ശേഷം റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചുമ്മാ ഇങ്ങനെ കറക്കം മാത്രം നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ഇടുന്നുണ്ട്, ജീരകം ഇടുന്നുണ്ട്. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിക്കോണേ, ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചോളാം. പുളി ഒരുപാടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം, അരപ്പും കൂടി ചൂടായതിന് ശേഷം നല്ല കട്ട തൈരില്ലേ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ചേർക്കുക. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കടുതാളിക്കലോടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരോ പ്രദേശത്ത് ഓരോ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് ഈ രീതിയിലാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കടുവും കൂടി പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം സിമ്പിൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പുളിശ്ശേരി എന്താ പറയുക അല്ലേ, ഓരോ രീതിയിലായിരിക്കും ഓരോ പ്രദേശത്ത് പറയുന്നത്. മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനോടൊപ്പം കഴിക്കാം. ചപ്പാത്തിയോടൊന്നും പറയാൻ പറ്റത്തില്ല, അവിടെ നോർത്ത് ഇന്ത്യയിലല്ലല്ലോ ഇവിടെ. അപ്പം നമ്മുടെ എന്താ പറയുക, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ.